ഭാവത്തിലേക്ക് മനസ്സിലായി ഇവിടെ എന്താ കാണിച്ചു വെച്ചേക്കുന്നത്. വീഡിയോ റെക്കോർഡിങ് അതവിടെ അസൈൻഡ്. അയ്യോ സത്യം പറയണം, പക്ഷെ നല്ല സത്യങ്ങളെ പറയാവുള്ളൂ. അവനൊരു ശല്യമില്ലാത്ത അളിയനല്ലേ? ആട്ട് നിർത്താൻ ഇത് നിക്കുന്നില്ല മോനെ, അതാ ഞങ്ങൾക്ക് പൊക്കമില്ലാത്ത. ചേച്ചി ഉണ്ണിയെ കുറിച്ച് ഒരു 5 നല്ല കാര്യങ്ങൾ പറഞ്ഞോണ്ടാ. ചീത്തയൊന്നുമില്ല, നല്ലത് മാത്രമേ ഉള്ളൂ. ആളൊരു പാവാട്ടോ. അവന് തോന്നിയിട്ടില്ല അവന്റെ കല്യാണം, അവൻ ആരാണ്ടേ കല്യാണം എന്ന് ഓർത്ത് ഭയങ്കര ഹെൽപ്പിങ് എല്ലാവരുടെയും പുറകെ. ഞാനാ പറഞ്ഞു ഓടി വന്ന് നിന്റെ കല്യാണം നീ ഒരുങ്ങടാന്നൊക്കെ. പപ്പ വേറെ ആളെ അന്വേഷിക്കോ? എന്നുള്ള ഒരു തരത്തിൽ റെഡിയാക്കുന്നു. നന്മ പറഞ്ഞു പറയുന്ന സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കുന്നു. ക്ലോസ് ഫ്രണ്ടിന്റെ സിസ്റ്ററുടെ മോനാണ്, പക്ഷെ അവൻ നമ്മുടെ വീട്ടിലെ ഒരാളാണ്. അത്ര ക്ലോസ് ആണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഉണ്ടാവും എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അപ്പൊ അങ്ങനെയാണ് ഫ്രണ്ട്ലിയായിട്ടുള്ള ബന്ധം. ഉണ്ണീന്ന് ഞങ്ങൾ വിളിക്കുന്നുണ്ട്. പേര് സത്യം പറഞ്ഞാൽ ചോദിച്ചപ്പോ അറിയിട്ടുണ്ട്. സെൽജോ എന്നാണ് പേര്. അത് വിളിക്കാറില്ല, ഉണ്ണീന്നാണ് വിളിക്കാറ്. നമ്മുടെ വീട്ടിലെ ഒരാള്. കൂടുതൽ എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ വീട്ടിലെ ഒരാള്. ചേച്ചി എന്ന രീതിയിൽ ഞങ്ങൾ തമ്മിൽ ഒത്തിരി ഒരു 7-8 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പം അവനും ഞാനും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ്, ലൈക്ക് എ മദർ. അവന് 2 വയസ്സുള്ളപ്പോഴും ഞങ്ങളുടെ ചെറുപ്പത്തിൽ അമ്മ മരിച്ചതാണ്. സോ ഞാൻ അവൻ്റെ അമ്മയെ പോലെ തന്നെയാണ്. അവന് അങ്ങനെയല്ല, ഭയങ്കര റെസ്പെക്റ്റാണ്. എന്തുണ്ടെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണേ അവൻ എന്നോടും ഇപ്പം അളിയനോടും ചോദിച്ചിട്ട് അവൻ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. വേറെ എന്താ ഓർമ്മകളാ? ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞു. കുഞ്ഞിത് ആള് വളരെ ചെറുതാ, 14 വർഷം മുമ്പ്. അപ്പൊ അന്ന് മുതലേ ഞാൻ കാണുന്ന ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല, അതുപോലെയൊക്കെ തന്നെയുണ്ട്. പ്രായം കൂടിയതേ ഉള്ളൂ. ആള് വളരെ ഇതിന്റെ കാര്യത്തിന് ഞങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ അവന്റെ കല്യാണം നടക്കാന്ന് പറയുമ്പോ എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റുമാണ്, ഭയങ്കര ഹാപ്പിയാണ്. അവൻ ഓക്കെ ആയിരിക്കും, അവൻ നന്നായിട്ട് അവന്റെ ലൈഫ് മുന്നോട്ട് പോകും. ഞാൻ ഹാപ്പിയാണ്. ഹി വിൽ ബി ഫൈൻ. എക്സൈറ്റഡ്, ടെൻഷൻ കുറച്ചുണ്ട്. ഹാപ്പിനെസ് ആൻഡ് സോ മച്ച് ബ്ലെസ്സിങ്സ് ആൻഡ് വിഷസ്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്.
വിനീത ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടൊരാളാണ്. അവൾക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. ഇവൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് അവൻ ആ വരുന്ന ഗോ വിത്ത് ഫ്ലോ ആണ്. സോ അവർ രണ്ടും കൂടെ വരുമ്പോൾ അത് ഓക്കെ ആയിരിക്കും. ഇവൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ് അവൾ. സോ അത് ഈക്വൽ ആയിക്കോളും. അടിപൊളിയാണ് രണ്ടുപേരും. Brighter days are coming our way. It's gonna be alright, alright. Hold tight, we're just a step away. It's gonna be alright, alright. We're turning limits into lemonade. It's gonna be alright, alright. Good times are here to stay. Brighter days, brighter days, brighter days coming our way. Brighter days, yeah, brighter days, yeah, brighter days coming brighter days. ഉണ്ണിക്കും സെൽജോയ്ക്കും വിനീതയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളിപ്പോൾ അടിപൊളിയായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ മുന്നോട്ടും ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു സ്നേഹം നല്ല അവരുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു കെമിസ്ട്രി, അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. നന്നായി വരട്ടെ.